ആദ്യഘട്ടത്തിൽ വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ട തരൂർ ഫ്ളാറ്റിനുള്ളിൽ അടച്ചിരുന്നു. മാധ്യമപ്രവർത്തകർ പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും തരൂർ കാണാൻ കൂട്ടാക്കിയില്ല. അവസാനം പ്രവർത്തകർ ഫ്ളാറ്റിലേക്ക് തള്ളിക്കയറിയതോടെ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലെത്തി കാര്യങ്ങൾ. രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ തന്നെ ശശി തരൂരിന്റെ ഫ്ളാറ്റിന് മുന്നിൽ മാധ്യമപ്രവർത്തകരെത്തിയെങ്കിലും വാതിൽ തുറക്കാനോ ആരെയും കാണാനോ ശശി തരൂർ തയ്യാറായില്ല. മണിക്കൂറുകളോളം കാത്തുനിന്ന് ക്ഷമകെട്ട മാധ്യമപ്രവർത്തകർ വാതിൽ തട്ടിവിളിച്ച് പ്രതിഷേധം അറിയിച്ചെങ്കിലും തരൂർ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ശശി തരൂരിന് വിജയപ്രതീക്ഷ ഒട്ടും തന്നെ ഇല്ലായിരുന്നതിനാൽ തരൂർ താമസിക്കുന്ന വഴുതക്കാട് കോണ്ടൂർ മേരിഗോൾഡ് ഫ്ളാറ്റിനും പരിസരവും തീർത്തും വിജനമായിരുന്നു. രാജഗോപാൽ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലായതോടെ ആ വഴി പോയ കോൺഗ്രസ് പ്രവർത്തകർ തലതിരിച്ച് നടന്നുപോയി. എന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. ശശി തരൂർ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയതോടെ വർദ്ധിച്ച ആവേശത്തോടെ ഫ്ളാറ്റിലേക്ക് അനുയായികൾ കുതിച്ചെത്തി. അനുയായികളുടെ അമിതാവേശത്തിൽ വശം കെട്ടത് ശരിക്കും മാധ്യമപ്രവർത്തകരായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന് ശശി തരൂർ പുറത്തു വന്നതോടെ തങ്ങളുടെ ആത്മാർത്ഥത നേതാവിനെ ബോധ്യപ്പെടുത്തുവാൻ തള്ളിക്കയറിയവരുടെ കൈക്കരുത്തെറിയേണ്ടി വന്നത് മാധ്യമപ്രവർത്തകർക്കായിരുന്നു. അനുയായികളും മാധ്യമപ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലെത്തുന്നതുവരെയായി കാര്യങ്ങൾ. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തി തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് ഈ വിജയമെന്നായിരുന്നു തരൂരിന്റെ ആദ്യ പ്രതികരണം.